ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ എണീറ്റാനുള്ള നമ്മളെ മക്കളെ പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവരെ കളികളും അവരുടെ ഫുഡ് അവരുടേതായ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ. അതിന് റെഡ് കളർ ദോശ വേണോ ഓറഞ്ച് കളർ ദോശ വേണോ? ഓറഞ്ച് കളർ മതിയാ. ഒരു റെഡ് ഉണ്ടാക്കാം, ഒരു ഓറഞ്ച് ഉണ്ടാക്കാം. ഓക്കെ, സെറ്റല്ലേ? കഴിക്കൂലേ? അപ്പൊ നമുക്ക് ആദ്യം റെഡും ഓറഞ്ചും കളർ ദോശ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം കേട്ടോ. വായു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം. ആദ്യം മിനിറ്റ് പല്ല് തേക്കണം, കുളിക്കണം, എന്നിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഈ ചൂടത്തെ തണവത്ത് ഏച്ചൊക്കെ മുൻപ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചൂടത്തെ ഇങ്ങനെ തണവ് ചെയ്തെന്നുള്ളയാ. ഏസി ഇടണ്ട മതി. നമ്മളെ കുട്ടീസ് കൂളിയൊക്കെ കഴിഞ്ഞു. ഇല്ലാതമ്മേ ഈ ഡ്രസ്സൊക്കെ മാറ്റാൻ പോകണല്ലേ? ആ ഇല്ലല്ല മോളെ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് വരാം അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് കുളിച്ച് പല്ലൊക്കെ തേച്ച് ഇനി ഞങ്ങൾ റെഡി ആയിട്ട് റെഡ് കളറും ഓറഞ്ച് കളറും ദോശ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ റെഡി ആവട്ടെ കേട്ടോ. നമ്മൾ ഒറ്റക്ക് പൗഡർ ഇടുന്നത് ആണോ? ഒന്നിട്ടെ ചിട്ടരാ. പിന്നെ അതും കൂടെ ഒറ്റക്ക് പൗഡർ കേട്ടാ. ഇനി ഇവിടെ ഒരാൾ കൈയിട്ടുണ്ട് നോക്കട്ടെ. ഞാനക്കും പൗഡറാ. അവളും കൈയിട്ടിട്ട് കേട്ടാ. ഇനി എങ്ങനെ പൗഡർ ഇടാ? എല്ലാം എങ്ങനെ ഇടാ പൗഡർ? ഇനിയില്ല, ഇനിയും പൗഡറിനാണ് കേട്ടോ എല്ലാം. ആദ്യം മുഖം ശരിക്കും തുടക്ക്. അങ്ങനെ ശരിക്കും ഉണ്ട് എല്ലാം നോക്കട്ടെ പൗഡർ ഇട്ടത്. എന്റെ മോള് ഒറ്റക്ക് പൗഡർ ഇട്ടിട്ടാ. ആദ്യം പിന്നെ ഡ്രസ്സ് ഇട്ടത് ഭംഗിയുണ്ടോ? ആദ്യം റെഡി ചെയ്ത് ഭംഗിയുണ്ടോന്ന് വെച്ചോക്കിയേ. ഇക്ക മേടിച്ചെന്നാണ് ഇല്ലേ വീട്ടിൽ കിടക്കുന്ന പുതിയ ഡ്രസ്സുകള്. മോമുന്റെ അപ്പ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാണ് ഇങ്ങോട്ട് റെഡി ആക്കാം കേട്ടാ. എന്താന്ന് ആദ്യമേ ദോശ ഉണ്ടാക്കാം. ഈ റെഡ് കളറും പോലെ ഓറഞ്ച് കളർ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്കിത് ബീട്രൂട്ടും ക്യാരറ്റാട്ടോ അതിന് ആവശ്യമുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പച്ചക്കറി വെച്ച് കൊടുക്കുകയോ ഉപ്പേരി വെച്ച് കൊടുക്കുകയോ ഒന്നും കഴിക്കില്ലല്ലോ ആദ്യം. നമുക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല പച്ചക്കറി. അപ്പം ഞാൻ വിചാരിച്ച് എന്താ പറയുക, ഇഡ്ഡലിയിലും ദോശമാവിലൊക്കെ ഇതിൻ്റെ കുറച്ച് ഇഷ്ടം മേടാക്കിയിട്ട് എങ്ങനെയും കഴിച്ച് കിട്ടണമല്ലോ. നമുക്ക് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യണം അല്ലേ? ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നമുക്കിതിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം മമ്മേനെ ഇഷ്ടപ്പെടില്ലേ? അതൊക്കെ കട്ട് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ബീട്രൂട്ട് ഇട്ടിട്ട്. അപ്പം അന്ന് നമുക്കത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ദോശയും നമുക്കൊരു ഓറഞ്ച് ദോശയും റെഡ് ദോശയും എണ്ണ പറഞ്ഞത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, യെല്ലോ ബേബി എവിടെ? പഴയറൊന്നുമില്ലാണോ? യെല്ലോ ബേബിയുടെ പൗഡറും ഇതായിട്ട് നടക്കും. കഴിഞ്ഞിട്ടൊന്നുമില്ല. കാണത് ഇതാക്കിട്ട് കൊടുത്തിട്ട് മേടിച്ചേക്കൊണ്ടിടന്ന്. അപ്പം നമുക്ക് ഇനി ചായപ്പടയൊക്കെ കിടക്കാം കേട്ടോ. നേരത്തെ നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്താ അതമ്മേ ഉണ്ണി പറയണത്? നശിപ്പിക്കോ? പിന്നെ ഇന്നിവർ 7:30 എണീറ്റിട്ടുള്ളതാണ് കേട്ടോ. അന്ന് നേരത്തെ എണീറ്റ് ഒക്കെ പോണ ടൈം ആകുമ്പത്തേനും ഒക്കെ പോയി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യണ സൗണ്ട് കേട്ടപ്പോൾ ഇവർ എണീറ്റ് കേട്ടോ. അപ്പം നേരത്തെ എണീറ്റിട്ടുണ്ട്. ഫുഡും കൊടുക്കണം. ക്യാരറ്റ് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വിളിക്കണേ നമ്മുടെ ദോശയുടെ മാവിലിട്ട് കൊടുക്കാം. അപ്പം ഇവൻ തീരെ പച്ചക്കറി കഴിക്കില്ല. കാരണം അവനക്കിപ്പോൾ ചെറിയൊരു വയറ്റിൽ ചെറിയ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മണ്ണിൽ നിന്നിട്ടുള്ളൊരു ഇൻഫെക്ഷനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ കുട്ടിക്ക് നല്ലോണം പച്ചക്കറിയും കൊടുക്കണം. ഫ്രൂട്ട്സ് ഞാൻ കഴിക്കാം, പച്ചക്കറിയാണ് കഴിക്കാത്ത സാധനം. അപ്പോൾ അവനക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ആകെ കുക്കമ്പർ കഴിക്കും. ക്യാരറ്റും കുക്കമ്പറും കൈ പിടിച്ച് കഴിക്കും.
വേറെ ഉപ്പേരിയായിട്ടോ സാമ്പാർ പച്ചക്കറിയായിട്ടോ ഒന്നും കഴിക്കില്ല. പിന്നെ നമ്മുടെ ഓറഞ്ച് ഇതൊക്കെ ഓറഞ്ച് കളറായിട്ട് കേട്ടോ. നമുക്കിത് മമ്മീനെ പഠിച്ചു കൊടുക്കാം. ദേ ക്യാരറ്റ് കണ്ടിലൂടെ കഴിക്കുന്നു. അതമ്മേ ഇവിടെ ക്യാരറ്റ് ഇഷ്ടമാണ്. അതുപോലെ കഴിക്കേണ്ടതാണ് കുക്കമ്പർ. അതമ്മിന് ഓറഞ്ച് ദോശ റെഡി. ഇനി ആ ദോശയുടെ പാട്ട് പാടി തന്നെ അമ്മച്ചിക്ക്. ഇനിണ്ടാ ഒരാളിവിടെ ദോശ തിന്നുന്നില്ല, അവരുടെ പേപ്പർ തിന്നുന്നു. വായി നോക്കട്ടെ. ആ അയ്യോ ആ ഇനിയുണ്ട് ഇനി എന്തെന്റെ മോൻ പറയണു ഉറുമ്പൽ. ആ ഉറുമ്പ് എങ്ങനെ വന്നിട്ട് പഞ്ചസാര വേണ്ടേ? സൈഡിൽ പഞ്ചസാര. ആ ഇപ്പൊ നമ്മുടെ അതിന്റെ ഓറഞ്ച് ദോശ റെഡി ആയി. സിനിമ ഏത് സിനിമ? പ്രേമലു ആണോ? പ്രേമലു വെച്ചേട്ടാ. റെഡ് കളർ ദോശ കണ്ടില്ല ഗൈസ്. അവിടെ കയറി ഇരുന്നിട്ട് അവൾ ഭക്ഷണമൊക്കെ സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ മോന് റൂമിൽ വന്നിരുന്നിട്ട് വാതിലടച്ചിട്ടിട്ട് കഴിച്ചിരുന്നില്ല. അവളെ കുറ്റി തുറന്നിട്ട് അവൾ അവിടെയും കയറി. പിന്നെ മോൻ്റെ അടുത്തേക്ക് ചെല്ലും കണ്ടില്ലേ. എന്ത് ചീത്ത പറഞ്ഞിക്ക കട്ടുമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നു. റെഡ് കളർ വേണോ? അയവ നമ്മൾക്കൊരു വേറൊരു പ്രത്യേകത ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചു പോകും കേട്ടോ. മറ്റേത് ഇങ്ങനെ കഴിക്കാവുന്ന നോർമൽ ദോശ ഒന്നും ഉണ്ടാക്കിയാൽ അവൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇതിങ്ങനെ കളറ് വ്യത്യാസമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അത് ചേഞ്ച് അല്ലേ. ഞാൻ അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞു തോന്നുന്നു ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ദോശയിലും ചെയ്ത് നോക്കിയാണ് കേട്ടോ. അതെ എന്തേ ചൂടുണ്ട്. പിന്നെ മോനെ കഴിക്കാൻ സമ്മതിക്കില്ല. പിന്നെ മോനെ ഓക്കെ ഇവിടെ ഒന്ന് കഴിച്ചോട്ടെ. സെറ്റായില്ലേ? പിന്നെ രാജാടെ കയറാൻ നോക്കുന്നു. ഇല്ല കയറാൻ നോക്കണമെങ്കിൽ ഈ നിന്റെ മോനെ കഴിക്കാൻ സമ്മതിക്കാണ്ടിരിക്കാനല്ലേ. റെഡ് കളർ ഇഷ്ടമായ? സൂപ്പറാണോ? അതിൽ നമ്മൾ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ. ക്യാരറ്റിന്റെ ദോശയും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ക്യാരറ്റിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ബീട്രൂട്ട് ഇട്ട കാരണം ഇതിൽ ബീട്രൂട്ടിന്റെ ടേസ്റ്റും വരുന്നുണ്ട്. വേറൊരാളും കൂടി ഇതൊക്കെ വരുന്നുണ്ട്. കാരണം സൂപ്പറാന്ന് പറയണ ഇങ്ങോട്ട്. പഞ്ചസാര നോക്കിയപ്പോ പഞ്ചസാര കഴിഞ്ഞു ഗൈസ്. കണ്ടോ ഞാനിക്കക്ക് രാവിലെ ചായ ഉണ്ടാക്കാൻ ഉള്ളത് ഫുള്ള് വരണ്ടിട്ട് ഒന്നുമില്ല. ഞാൻ മറന്നാണ് പഞ്ചസാര പിടിക്കാൻ പറയാനിക്കാട്. അപ്പോൾ നിങ്ങൾ കടയിൽ പോകുന്ന പഞ്ചസാരെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് ആദം കഴിച്ചു. ആദമിന് തിരിച്ച് പഞ്ചസാരയിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ആദം കഴിച്ചു. ബാക്കി ഇതേ പഞ്ചസാരയില്ലാത്ത കാരണം അവിടെ ഇരിക്കണം. ഫസ്റ്റത്തെ ദോഷം കഴിച്ചിരിക്കുന്നത് പഞ്ചസാരയില്ലാത്ത കാരണം ഇരിക്കണം. അപ്പോൾ നമുക്കിനി കടയിൽ പോവാം. ഓക്കെ ഇവിടെ വാതിൽ പൂട്ടുമ്പോഴേക്കും അവിടെ ഇതേ രണ്ടാൾ മുറ്റത്തായി. ഒരാൾ അവിടെ പോയി നിൽക്കുകയാണ്. കണ്ടോ വാതിൽ പൂട്ടുമ്പോഴത്തേനും അവർ പോയി. നല്ല വെയിൽ. മറന്നതാണ് ഗൈസ്, മറന്നതാണ്. അല്ലെങ്കിൽ ഇക്ക വരുമ്പോൾ മേടിച്ചോണ്ടാണ് സാധനങ്ങളെല്ലാം. പക്ഷെ ഞാൻ നല്ല പറയാൻ വിട്ടുപോയി ഗൈസ്. ഹലോ 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 നല്ല വെയിലായാൽ നമ്മൾ മുച്ചെടുക്കാം. എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ചെരുപ്പ് ഇട്ടിട്ടില്ല. വാ മുച്ചെടുക്കാം. വാ എടുക്കാം മുച്ചി. കടയിലെത്തി ഗൈസ്. പഞ്ചസാര മിഠായി കിട്ടിയാ? ഉറി വായ ഉറി
കവറിലിട്ടരാം. ഇത് ഈ സാധനം മുറിയും നല്ലത് ഇല്ല മിച്ചെടുക്കാം. കലാപകലുഷിതമാക്കിയ വർഗീയതയുടെ വിഷപ്പുകയിൽ ഇന്ത്യ മഹാ അഹന്തതയുടെ തൃശൂലം കുത്തിയിറക്കി സമസ്ത സുന്ദരമായിരുന്ന നരേന്ദ്രമോദിയുടെ ഇതാണ് നിങ്ങളെ വീടെത്തിട്ടോ. എന്നിട്ട് ശ്വാസം കുട്ടിയാ ആണോ? അവള് കവറിലെടുത്തേക്കാൻ തന്ന സാധനം അവളെടുത്ത്. എന്താണ്ടാ എന്താണ്ടാ പൊട്ടിക്കാനാണോ? രണ്ടുപേർക്കും പൊട്ടിച്ചേരാട്ടാ. നടക്ക്. ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ച കാരണം ഒരു 8:30 ഭക്ഷണം കഴിച്ച കാരണം ഒരു 11 മണിയൊക്കെ വീണ്ടും വിശന്നിട്ടല്ലോ മോനക്ക്. അപ്പോൾ റോബസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ റോബസ്റ്റ് കൊടുത്തു അവനക്ക്. പിന്നെ ഈ ചെറുത് വെറുതെയാണ് വായ വരുന്നത് അവൾക്ക്. പഴം, റോബസ്റ്റ്, ചെറുപഴം ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അത്. എല്ലാം ഓയ് എന്തിനാണെന്ന് നോക്കുങ്ങള്. ഒരു മിനിറ്റ് മമ്മതെ കാണിച്ചു കൊടുക്കടാ. ഇവിടെ എന്തിനാ കരയണം? നോക്കാൻ മുത്തിക്കരയാണ്. എന്തിനാ നോക്കട്ടെ മുഹമ്മദ്, എന്തിനാന്നാണ് നോക്കട്ടെ. മോൻ പേടിച്ചിട്ടാണ്. ഇല്ല എല്ലാം എന്തിനാ കരയണ്? ഇല്ല എന്നാ എന്നെ മുഹമ്മദ് കടിക്കാൻ സമ്മതിക്കാത്തതിനാണ് ഈ കരയണത്. ഒന്ന് കടിച്ചോട്ടെ മെല്ലെ. മെല്ലെ ഇട്ടാ. കടിച്ചോ. വെറുതെ പോയെന്ന് പറഞ്ഞിട്ട് കടിച്ചോട്ടാ. എല്ലാം കടിച്ചോട്ടാ. കുഴപ്പമില്ലല്ലോ. കടിക്കല്ലേട്ടാ എല്ലാം. കടിക്കല്ലേ എന്നപ്പത്തേക്ക് അറിയുന്നു. ഞാൻ അടുത്ത തല്ല് അതിന് ചാർജ് എടുത്തു കൊടുത്തിട്ട് അതിനെ പിടിച്ച് അടിക്കും. എന്റെ മോൻ ആ ചാർജർ മേടിച്ചു വെച്ചതാണ്. മൂപ്പരാൾ അടിച്ച പോലത്തെ കരച്ചിലും വേദന. കാട്ടി ഇവള് കരണ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ. കണ്ടില്ല കാട്ടുന്നത്. ആ ചാർജർ മേടിച്ചാണ് കരണത്. നീ എന്തിനാ കൊടുക്കണ ചാർജർ? നീ എന്തിനാ അവൾക്ക് ചാർജർ കൊടുക്കണം മുഹമ്മദേ? പ്രാവടി അടിച്ചോണ്ട് സ്നേഹലിക്കല്ലേ. ഓ മതി പൊന്നെ. എന്ത് ഷോറല്ലടാ. ആണോ? അതുകൊണ്ടാണില്ലേ എന്റെ മോൻക്ക് ഈ ഒരു സാധനം തലയുടെ നെറ്റത്താണ് കൊണ്ടുവരാൻ അടിച്ചതിട്ടാ. അപ്പൊ എനിക്ക് വേദന എന്ന് പറയാൻ എനിക്ക് മടി. അതുകൊണ്ട് എനിക്കത് തല ചൊറിച്ചലായി അല്ലേ? പേനുണ്ട് ഇത്ര. അതുകൊണ്ടാണ്. നല്ല കുട്ടിയാണ് എന്റെ മോൻ. അതെ കുറുമ്പിച്ചി അല്ലല്ല എല്ലാം കുറുമ്പിച്ചിയാണ്. ആണോ? എന്തേ? ഓയ് കൈ കുടുങ്ങിയ വെറുതെട്ടോ. കൈയൊന്നും കുടുങ്ങിയിട്ടില്ല. ആ കുട്ടീനെ ഇപ്പൊ അവിടെ നിന്ന് എണീപ്പിക്കണം. എൻ്റെ മമ്മേനെ. അതിനാണ് എന്തൊക്കെയോ പറയണത്. എന്തേ
എന്ത് എന്ത് ഡാൻസ് കളിച്ച ഡാൻസ് കളിച്ച് ഡാൻസ് കളിക്ക് അപ്പോൾ ഡാൻസ് കളിക്കട്ടാ. അതിന്റെ ബാക്കി വെക്കാനാണ്ടത് വെച്ചല്ലോ, അതിന്റെ ബാക്കിൽ വെക്കാനുണ്ട് എൻ്റെ കുട്ടി. എൻ്റെ മോളെ പണിയാണ്. ഇവിടെ എന്താ പറയാ, ഷെൽഫിന്റെ ചാവി മറ്റാൾ പൂട്ടിയിട്ട് മുഹമ്മദ് പൂട്ടിയിട്ട് ആ ചാവി കാണില്ല. അതുപോലെ തന്നെ ഇക്കാടെ ചാർജറിന്റെ കട്ട കാണില്ല. ഇവിടെ ഫുള്ള് തരം നോക്കി ഒന്നും കാണില്ല. അപ്പം ഉണ്ട് മുഹമ്മദ് ഇത് വെറുതെ ഒന്ന് തട്ടിയിട്ടതാണ് ഇന്നലെ. മിഞ്ഞാന്നത്തെ അല്ല കുറേ ദിവസം തരം നോക്കിയായിരുന്നു, ഒന്നും കിട്ടില്ല. മിഞ്ഞാന്നുണ്ട് ഇത് തട്ടിയപ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 2 സാധനം. അപ്പോൾ ഇപ്പം എന്ത് കാണും ഫസ്റ്റ് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അതിലാണ് നോക്കാൻ. ഈ 2 എണ്ണയും അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവയ്ക്കാൻ സാധനം. പിന്നെ ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് 2 എണ്ണത്തിനും. 2 പേരും ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കാറുണ്ട് കേട്ടോ. 2 പേരും ഇങ്ങനെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിൽക്കാലാണ് പുതപ്പൊക്കെ വെച്ച കാരണം അതിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം മൂപ്പരാണെങ്കിൽ ഇങ്ങനെ ചാരിക്ക് എടുക്കണം കുറുമ്പിച്ച് കുട്ടി. കണ്ടില്ല ആ കെടുപ്പൊക്കെ കണ്ടില്ല, നമുക്ക് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം വന്നാൽ എൻ്റെ മോളെ എണീക്കാറുണ്ട് കേട്ടോ. അതെപ്പോഴും അവരിവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. ഇന്നല്ല അവരെപ്പോൾ അവിടെ ഇരിക്കണം. അപ്പം അവളാണ് ആദ്യം ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വന്നാൽ അവൾ എണീറ്റ് കൊടുക്കും. എന്നിട്ട് ആ ബാക്കിയുള്ള ഗ്യാപ്പിൽ അവൾ കയറി ഇരിക്കേട്ടോ ചെയ്യാറ്. അതെപ്പോഴും അവരങ്ങനെ തന്നെയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല. എന്നിട്ട് അവൾ ആ ഗ്യാപ്പിൽ കയറി ഇരിക്കുക ചെയ്യാറ്. പക്ഷേ ഇന്നൽക്കാലാണ് പുതപ്പൊക്കെയുള്ള കാരണം എൻ്റെ മോൾക്ക് അങ്ങനെ ഉണ്ടായാലും കയറി ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവളെ കൊണ്ട് പറ്റണ പോലെ അവൾ അതിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മക്കളായിട്ടുള്ള ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.